ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ഒന്നുമില്ലെങ്കിലും കേൾക്കണ ആൾക്കാർക്ക് ഓക്കെ അവര് ഇന്നെ ഡിഫെയിം ചെയ്തു പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യണ്ട, അവരും ചെയ്യണില്ല. മുൻ പങ്കാളി എലിസബത്തിനൊപ്പം തന്നെ യൂട്യൂബർ അജു അലക്സിനെതിരെയാണ് പരാതിയുമായി നടൻ ബാല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിയത്. അല്പം മുമ്പാണ് പരാതിയുമായിട്ട് നടൻ ബാല എത്തിയത്. ഭാര്യ കോകിലയും പരാതിയുമായി എത്തിയിരുന്നു. ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ദോഷായില്ലേ? പിന്നെ സന്തോഷം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. നമ്മുടെ ചാനൽ കാണുമ്പോൾ 100% നിങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. ജഗത്തേട്ട 1:30 ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 ഇപ്പൊ സമയം. എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ, അല്ല വലിഞ്ഞവര് വന്നല്ല. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ஏமாத்துறீங்கல்ல, அவங்கள ஃபர்ஸ்ட் நீங்க சொல்லுங்க. யார் உங்க ஹஸ்பண்ட்? ஃபர்ஸ்ட் உங்க ஹஸ்பண்ட் யார்? ஒரு டாக்டர் தானே. அத ஃபர்ஸ்ட் நீங்க வெளியில சொல்லுங்க. உங்க ഹസ്ബൻഡോട് நீங்க സന്തോഷமா இருங்க. நீங்க പോണിതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീസൻ എന്നോട് പറഞ്ഞതല്ലേ? അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ. വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറിനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കില്ല? എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ടു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. ഈ കാണുന്നത് ഇന്റെ വിരലുകള്, ഇന്റെ കൈ, അതുപോലെ തന്നെ ആ ആക്ടറിന്റെ വിരലുകള് ആക്ടറിന്റെ കൈയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്താ ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കോകിൽ ആരോപിച്ചു. பேச கூட எனக்கு ஒரு மாதிரி இருக்கு. ഓഹോ, ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ തുടങ്ങിയതാണ് യാശോ. സമുദായത്തിലെ സൊസൈറ്റിയില് നോക്കുമ്പോ ഞാൻ ഒരു റേപ്പിസ്റ്റ്. എന്താ ഇത്? അസിംഗല്ലേ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? എന്റെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരെയും ഇതേപോലെ അവരെ വകവരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല. ആ ബാലയുടെ ആ റൂമില് കുറച്ച് സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ 2. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ. ബിയർ ബോട്ടില് ഹെനിക്കിന്റെ ബോട്ടില് സ്റ്റെപ്പും വെച്ചിട്ട് അതുമേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആങ്കർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ക്രൂ എല്ലാം ഈ തോക്ക് പിടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു തോക്കൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പൊ ഒറിജിനൽ തോക്കല്ല, നമ്മുടെ എയർ ഗൺ പോലത്തെ ഇതുകൊണ്ട് നമ്മള് ഒന്നും മിണ്ടാതിരിക്കോ? എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ?